നിലപാടിൽ ഞാൻ ഉറച്ചു നിന്ന് ഞാൻ സ്വയമേ ഒരു തീരുമാനമെടുത്ത് ആരെയും ഉപദ്രവിക്കാതെ മുന്നോട്ട് പോവാം എന്നുള്ളൊരു തീരുമാനമായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഒരു തുറന്നു പറച്ചിൽ അത് ആർക്കും ഒരു സിനിമയുടെ പേരും പോലും പറയാതെ ഇപ്പം ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ നൽകിയ പരാതി ആ സിനിമകളെയൊക്കെ ബാധിക്കത്തില്ലേ? അതെൻ്റെ ഒരു കൺസിഡറേഷൻ അല്ലേ, എനിക്ക് അവരോടുള്ളൊരു കൺസിഡറേഷൻ. ഞാൻ വർക്ക് ചെയ്യുന്നൊരു സിനിമയിൽ ആ പ്രൊഡ്യൂസേഴ്സിനെയും ആ ടെക്നീഷ്യൻസിനും ഒക്കെ ഇയാളുടെ പേര് പുറത്തു വരുമ്പോൾ, ഇയാൾക്കൊരു നെഗറ്റിവിറ്റി വരുമ്പോൾ ഈ പറയുന്ന സിനിമകളെയൊക്കെ അത് ബാധിക്കും, വളരെ മോശമായി ബാധിക്കും. ഒരു ഒ ടി ടി ഉണ്ടാവും അതെടുക്കാനായിട്ട്? ഇല്ല. എത്ര നല്ല സിനിമയാണെങ്കിലും, ഇന്ന ആൾ അഭിനയിച്ച സിനിമയാണെങ്കിൽ ഒ ടി ടി ഉണ്ടാകത്തില്ല. അതുപോലെ ഒരു ചാനൽ എടുക്കത്തില്ല. കാരണം ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാൾ അഭിനയിച്ച സിനിമകൾ ഏത് ചാനലെടുക്കും? ഒരു ചാനലും എടുക്കാനുണ്ടാവില്ല. ഇത്രയും ഞാൻ ചിന്തിക്കുന്ന അത്രയും ബോധം ഇവർക്കൊക്കെ ഒന്നുമില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാ സംഘടനയും ഞാൻ വ്യക്തിപരമായിട്ട് അവർ സിനിമയിൽ പ്രവർത്തിക്കും. അവർ തന്നെ ഇന്നലെ ഞാൻ പേര് പുറത്തു വിടരുത് എന്ന് പറഞ്ഞപ്പോൾ ഞാനും പ്രൊഡ്യൂസർ അല്ലേ, ഞാനും സിനിമ അംഗമല്ലേ, ഞാനും സിനിമ ഫാമിലി അല്ലേ, ഞാൻ അങ്ങനെ ചെയ്യും എന്ന് ചോദിച്ച ആളാണ് എൻ്റെ അറിവിൽ ഇപ്പോൾ പുറത്തു വിട്ടിട്ടുള്ളത്. വളരെ മോശം, വളരെ മോശം. സാഹചര്യത്തിൽ ഇപ്പോൾ സിനിമാ സംഘടനയിൽ നിന്നോ അല്ലെങ്കിൽ ഇത്തരം പരാതി കൊടുത്തിടത്തും നീതി കിട്ടിയില്ലെങ്കിൽ ഇനി സമീപിക്കേണ്ടത് പോലീസിനെയോ? ഒരാളെ ഞാൻ സമീപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. നടപടികൾ എടുക്കേണ്ടവരെടുത്തോട്ടെ. എൻ്റെ നിലപാടുകളിൽ ഇനി മുന്നോട്ട് പോകത്തേ ഉള്ളൂ. ഇനി എന്ത് സംഭവിച്ചാലും, എനിക്ക് മോശം സംഭവം അനുഭവിച്ചാൽ പോലും ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക എന്നല്ലാതെ ഒരു പരാതിക്കോ ഒരു എന്താ പറയുക എംപവർമെൻറ്റിനോ ഞാനില്ല. എംപവർമെന്റ് ഒക്കെ കഴിഞ്ഞു. സ്വയം നിലപാട് ആർക്കാണോ അനുഭവം ഉള്ളത് അവർ സ്വയം ഒറ്റയ്ക്ക് നിലപാടെടുക്കട്ടെ. അതല്ല വേണ്ടത്. ആർക്കാണോ മോശം അനുഭവം ഉണ്ടായത് അവർ മനസ്സിലാക്കി അവരെ തിരുത്തട്ടെ, അതാണ് വേണ്ടത്. തെറ്റായ സന്ദേശം നൽകില്ലേ? പ്രത്യേകിച്ച് നിങ്ങളൊരു സെലിബ്രിറ്റിയാണ്, നിങ്ങൾക്ക് അനുഭവത്തിൽ നിങ്ങൾ പിന്നോട്ട് പോകുമ്പോൾ മറ്റു പെൺകുട്ടികൾ ഇത്തരം കാര്യങ്ങളൊക്കെ രംഗത്ത് വരണ്ടേ? ഇനി മുന്നോട്ട് പോവാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് മുന്നോട്ട് വരാമെന്നേ. എനിക്ക് ഇവരുടെ സഹായം വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് മുന്നോട്ട് പോയതുകൊണ്ടല്ലേ ഞാനൊരു വീഡിയോ ഇടാൻ തയ്യാറായത്. ഒറ്റയ്ക്ക് നിൽക്കാൻ കെൽപ്പുള്ളതുകൊണ്ടല്ലേ. അനാവശ്യ സഹായങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് എനിക്കിപ്പോൾ വിഷമിക്കേണ്ടി വരുന്നത്. അതായത് എനിക്കെൻ്റെ ഗിൽറ്റ് എന്ന് പറയുന്നത് ഇതാണ്. എൻ്റെ ഒരു പരാതി കാരണം ഇനി ഈ സിനിമയ്ക്കെന്ന് മാത്രമല്ല അദ്ദേഹത്തെ വെച്ചെടുത്ത സിനിമകൾക്കും ഒക്കെ എന്തായിരിക്കും ഉണ്ടാവാൻ പോവുക എന്നുള്ളൊരു വേവലാതി, ആ ഒരു ഗിൽറ്റ് ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഒരു ഗിൽറ്റ് ഉണ്ട്. ഞാൻ പരാതി എഴുതുമ്പോൾ ഈ സിനിമയിലെ അംഗങ്ങളെല്ലാവരും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തവരാണ്. എനിക്കതാണ് ഏറ്റവും വിഷമം. ഞാൻ അവർക്ക് വാക്ക് കൊടുത്താണ് നിങ്ങളുടെ പേരോ ഈ നടൻ്റെ പേരോ പുറത്തോട്ട് വന്ന് ഇതൊരു മോശം അവസ്ഥയിലോട്ട് സിനിമയുടെ ഭാഗം പോവില്ല എന്നുള്ള ഞാൻ വാക്ക് കൊടുത്തിട്ട് അതിവർ വിശ്വസിച്ച് ഞാനത് ഏൽപ്പിച്ചിട്ട് അത് തെറ്റിക്കുമ്പോൾ പിന്നെ ആരെ ഞാൻ വിശ്വസിക്കണ്ടേ? ഉറപ്പായിട്ടും ഒരു വൃത്തികെട്ട അവസ്ഥയല്ലേ ഇത്. ആരാണ് സിനിമ നന്നാക്കാൻ വേണ്ടി മുന്നിലിറങ്ങുന്നവർ വരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ സ്വകാര്യത കീപ്പ് അപ്പ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്നൊക്കെ വരുമ്പോൾ എന്നാലും മാധ്യമങ്ങളെ കാണുമ്പോഴത്തേക്കിനും എല്ലാം വെട്ടിത്തുറന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്കത് വളരെ മോശമായിട്ട് തോന്നുന്നു. അഭിനയത്തെ ബാധിക്കുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കണ്ടോ, എനിക്ക് സംഘടനകൾ തനിയെ മുന്നോട്ട് പോകും. എന്തോ സംഘടനകളെ തനിയെ ഇതുമായി മുന്നോട്ട് പോകും. ഞാനൊരു സംഘടനയിലും ഇല്ല. ഞാൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് എൻ്റെ താല്പര്യം. ഈ പ്രധാന നടന്റെ കുടുംബം പറഞ്ഞിരിക്കുന്നത് അവരുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധം എൻസിയുടെ കുടുംബമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു 10 വർഷത്തോളമായിട്ട് ഞാൻ പൊന്നാനിക്കാരിയാണ്. ഈ പറഞ്ഞ നടൻ ആരാണെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാനിതിനെപ്പറ്റി പറയുന്നില്ല. നൈസായിട്ട് ആരാണത്, ആരുടെ കുടുംബമാണത്? ഓക്കെ.